ഫോട്ടോ ചാനലിൻ്റെ 6th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടിപടിയായി ഉയർത്തുന്ന എൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ആകെ 13 എപ്പിസോഡുകളിലൂടെയാണ് ഞാൻ ഈ ഒരു ബേസിക് ഫോട്ടോഗ്രാഫി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഏതൊരു ഫോട്ടോയ്ക്കും ബേസിക് ആയിട്ട് 3 സെറ്റിങ്ങുകൾ ഉണ്ടാവും. ISO, അപ്പച്ചർ, ഷട്ടർ സ്പീഡ് എന്നിവയാണ് ഈ 3 സെറ്റിങ്ങുകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ISO എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ എളുപ്പത്തിലും നമ്മൾ മനസ്സിലാക്കി. ISO എന്തിനാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ISO ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, അതുപോലെ തന്നെ എപ്പോഴാണ് ISO ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ എപ്പിസോഡിൽ എന്താണ് അപ്പച്ചർ എന്നാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ക്യാമറയുടെ ഇമേജ് സെൻസർ കാണുന്ന വെളിച്ചമാണ് നമുക്ക് ഫോട്ടോ ആയിട്ട് കിട്ടുന്നത്. എന്നാൽ ക്യാമറയ്ക്ക് മുമ്പിലുള്ള ഈ വെളിച്ചത്തെ എത്രത്തോളം ഇമേജ് സെൻസറിലേക്ക് കടത്തി വിടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലെൻസിൻ്റെയും ക്യാമറയുടെയും ഇടയിലുള്ള ഒരു ഹാർഡ്വെയർ ആണ് അപ്പർച്ചർ. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഐറിസിന് സമാനമാണ്. വെളിച്ചം കൂടുതലുള്ളപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് ചെറുതാവുന്നതും വെളിച്ചം കുറവുള്ളപ്പോൾ കണ്ണിൻ്റെ ഐറിസ് വലുതാവുന്നതൊക്കെ എന്തായാലും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ കണ്ണിൻ്റെ അപ്പർച്ചറാണ്. അതായത് ചുരുക്കി കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വെളിച്ചത്തിന് സെൻസറിലേക്ക് കടന്നു പോകാനുള്ള ആ ഒരു ഹോൾ അല്ലെങ്കിൽ ഓട്ടയാണ് അപ്പർച്ചർ. അങ്ങനെ ഈ ഹോളിൻ്റെ സൈസ് വലുതാക്കുന്നതിലൂടെയും ചെറുതാക്കുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ഇമേജ് സെൻസറിലേക്ക് എത്തുന്ന വെളിച്ചത്തെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി ഇത് മാത്രമാണോ അപ്പർച്ചറിൻ്റെ വർക്ക്? അല്ല. ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യാനും അപ്പച്ചർ ഉപയോഗിക്കാം. എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ്? ചില ആളുകൾക്ക് ഇതൊരു പുതിയ വാക്കായിരിക്കും. നമുക്കതുകൊണ്ട് എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് നോക്കാം. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ബ്ലറായിട്ട് ആ ഒരു ചെറിയൊരു ഏരിയ മാത്രം ഫോക്കസിൽ വരുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഈ ഫോക്കസിൽ വരുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോയിൽ ഇത്ര ഏരിയ ആണ് ഫോക്കസിലുള്ളത്. അപ്പോൾ ആ ഫോക്കസിലുള്ള ഏരിയ ആണ് ഈ ഫോട്ടോയുടെ ഡെപ്ത് ഓഫ് ഫീൽഡ്. ഇങ്ങനെ ചെറിയ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉള്ളപ്പോൾ വരുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് ബ്ലറിനെ നമുക്ക് ബൊക്കെ എന്ന് വിളിക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വരാനുള്ള ഫാക്ടർ നമ്മുടെ അപ്പച്ചർ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ സൂം റേഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ നിന്നും സബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ബൊക്കയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ തൽക്കാലം നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പം നോക്കുന്നില്ല. ലെൻസുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന എപ്പിസോഡിൽ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പച്ചർ ക്യാമറകളിൽ സാധാരണ F എന്നൊരു ലെറ്റർ ആയിട്ടാണ് കാണിക്കാറ്. നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഏതെങ്കിലും സ്വിച്ച് തിരിക്കുമ്പോൾ Fഉം പിന്നെ ചില നമ്പറുകളും, അതായത് F2.8, F4, F5.6 മുതലായി ചില നമ്പറുകൾ മാറുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പച്ചറാണ്. അപ്പോൾ ഈ ഒരു F ചേർന്ന നമ്പറിനെ നമുക്ക് F സ്റ്റോപ്പ് എന്ന് വിളിക്കാം. നമ്മൾ അപ്പച്ചർ ഹോൾ വലുതാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പച്ചർ വലുതാക്കുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു F നമ്പർ കുറയ്ക്കലാണ്. അതായത് F8-നേക്കാളും വലിയ ഹോളായിരിക്കും F4-ൽ. ഇങ്ങനെ നമ്മൾ അപ്പച്ചർ ഹോൾ വലുതാക്കുമ്പോൾ ഇമേജ് സെൻസറിലേക്ക് കൂടുതൽ വെളിച്ചം കടന്നു ചെല്ലും. കാരണം എന്തായിരിക്കും? ലൈറ്റിന് പോകാനുള്ള ആ ഒരു ഹോൾ വലുതാവുകയാണല്ലോ, അത് തന്നെ. ഇത് മാത്രമല്ല, ഇതിനൊപ്പം നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് ചെറുതാവും. F നമ്പർ കുറയ്ക്കും തോറും നമ്മുടെ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ബൊക്കെ കൂടും. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാനിവിടെ കാണിക്കാം. ഇത് ആക്യുറേറ്റ് അല്ല, പക്ഷേ ഡെപ്ത് ഓഫ് ഫീൽഡും അപ്പച്ചറും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഈ ലൈൻസ് ക്രോസ് ചെയ്യുന്ന സ്ഥലം. ഈ ലൈൻസ് അകന്നു പോകും തോറും ആ ഏരിയ ഔട്ട് ഓഫ് ഫോക്കസ് ആവുകയാണ്. അപ്പോൾ അപ്പച്ചർ ഹോൾ ചെറുതാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കണ്ടോ? അപ്പച്ചർ ഹോൾ ചെറുതാക്കുമ്പോൾ ക്യാമറ സെൻസറിലേക്ക് എത്തുന്ന വെളിച്ചം കുറയും, ഒപ്പം ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടും. അതായത് F നമ്പർ കൂട്ടും തോറും ഫോക്കസിൽ വരുന്ന ഏരിയ കൂടും, ഒപ്പം ബൊക്കെ അഥവാ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറയും. അപ്പോൾ ഈ F ചെറുതാക്കും തോറും നമ്മുടെ ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് കൂടും. കാരണം ഹോൾ വലുതാവുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇമേജ് സെൻസറിലേക്ക് കൂടുതൽ വെളിച്ചമെത്തും. അപ്പോൾ പിന്നെ ഇനി മുതൽ F നല്ലോണം കുറച്ചിട്ട് നല്ല ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനു മുമ്പേ അപ്പച്ചർ എന്ന ഈ ഒരു ഹാർഡ്വെയർ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പച്ചർ നമ്മുടെ ലെൻസിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഭാഗമാണ്. നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ ലെൻസുകൾ അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏകദേശം ഏറ്റവും അവസാന ലൈനപ്പിൽ അഥവാ ക്യാമറയുടെ ഇമേജ് സെൻസറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് അപ്പച്ചർ വരുന്നത്. ഇങ്ങനെ ഇത് ലെൻസിൽ വരുന്നത് കൊണ്ട് തന്നെ ഓരോ ലെൻസിൻ്റെയും അപ്പച്ചർ കപ്പാസിറ്റി വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ ലോ ലൈറ്റ് കപ്പാസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാമറ മാറ്റേണ്ട കാര്യമില്ല. ലെൻസ് മാറ്റിയിട്ട് കുറഞ്ഞ F നമ്പറുള്ള ലെൻസുകൾ വാങ്ങിയാൽ മതിയാവും. പിന്നെ ഈ അപ്പച്ചറും ഫോട്ടോ ക്വാളിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. ചില ലെൻസുകളിൽ അതിൻ്റെ ഏറ്റവും മിനിമം അപ്പച്ചർ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുക. സാധാരണ രീതിയിൽ ലെൻസിൻ്റെ വില കൂടുന്തോറും അതിൻ്റെ ഫുൾ ഓപ്പൺ അപ്പച്ചറിൽ എടുക്കുന്ന ഫോട്ടോയുടെ ക്വാളിറ്റിയും കൂടും. പിന്നെ വില കൂടിയോണ്ട് മാത്രം ഫോട്ടോ ക്വാളിറ്റി നന്നാവണമെന്നില്ല. ഞാൻ പൊതുവേ ഉള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ലെൻസാണ്. സാംസങ് എന്നൊരു കമ്പനിയുടെ F1.4 ലെൻസാണിത്.
പക്ഷേ ഈ ലെൻസിൽ f1.4 ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുക. എന്നാലും ഒരു f2 ഒക്കെ ആകുമ്പോൾ ഫോട്ടോ ഷാർപ്നെസ് കൂടി വരും. f4ൽ നല്ല ഷാർപ്പ് ഫോട്ടോയും കിട്ടും. f8 ആണ് ഈ ഒരു ലെൻസിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള പോയിന്റ് അഥവാ സ്വീറ്റ് സ്പോട്ട്. പിന്നെ f22 ഒക്കെ ആകുമ്പോൾ ഫോട്ടോ ഷാർപ്നെസ് വീണ്ടും കുറയുന്നതായിട്ട് ഈ ഫോട്ടോയിൽ നമുക്ക് കാണാം. ഈ സാംയങ് ലെൻസ് താരതമ്യേന വില കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ലെൻസാണ്. അതുപോലെ തന്നെ ഈ ഒരു അപ്പച്ചർ ഇമേജ് ക്വാളിറ്റി റേഷ്യോ ഓരോ ലെൻസുകൾക്കും വ്യത്യാസം ഉണ്ടാവും. എഫ് സ്റ്റോപ്പ് കൂട്ടുന്തോറും കൂടുതൽ ഏരിയ ഫോക്കസിൽ വരികയും ഇമേജ് ഷാർപ്പ് ആവുകയും ചെയ്യും. എന്നാൽ ഇതിനർത്ഥം എഫ് സ്റ്റോപ്പ് കൂട്ടുന്തോറും ഇമേജ് ഷാർപ്നെസ് കൂടുമെന്നല്ല. ഓരോ ലെൻസുകൾക്കും ഓരോ സ്വീറ്റ് സ്പോട്ടുകൾ ഉണ്ടാവും. അതായത് ആ ഒരു ലെൻസിന് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഫോട്ടോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എഫ് സ്റ്റോപ്പ്. സാധാരണ എല്ലാ ലെൻസുകൾക്കും f7ൻ്റെയും f16ൻ്റെയും ഇടയിലാണ് ഈ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവാറ്. ഇത് പല ആൾക്കാരും അത്ര ശ്രദ്ധിക്കാറില്ല. എഫ് സ്റ്റോപ്പ് കൂട്ടുന്തോറും ഇമേജ് ക്വാളിറ്റി കൂടുമെന്ന് ചില നല്ല ഫോട്ടോഗ്രാഫേഴ്സും തെറ്റായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാനിവിടെ ഷെയർ ചെയ്തത്. ഈ ഒരു സ്വീറ്റ് സ്പോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇമേജ് വീണ്ടും അല്പം സോഫ്റ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലെൻസിൻ്റെ സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ ഒഴിവ് സമയത്ത് ഒരേ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഒരേ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട് ഡിഫറൻറ്റ് എഫ് സ്റ്റോപ്പ് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ എക്സാമ്പിൾ പോലെ ഡിഫറൻറ്റ് എഫ് സ്റ്റോപ്പുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് അത് കമ്പയർ ചെയ്താൽ മതിയാവും. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലെൻസിൻ്റെ സ്വീറ്റ് സ്പോട്ടും വീക്ക് സ്പോട്ടും ഒക്കെ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ലെൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതുകൂടാതെ ലെൻസ് ഫ്ലെയറുകളെ കൺട്രോൾ ചെയ്യാനും അപ്പച്ചർ ഉപയോഗിക്കാം. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ വീഡിയോയിലൂടെ കാണിക്കാം. ലൈറ്റ് സ്റ്റാർ അല്ലെങ്കിൽ സൺ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇത് ഓരോ ലെൻസുകളിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അപ്പച്ചർ ബ്ലേഡുകളുടെ എണ്ണത്തിനും ഡിസൈനിനും ഒക്കെ അനുസരിച്ചിട്ട് മാറ്റമുണ്ടാവും. അപ്പോൾ ഇതുവരെ പറഞ്ഞ നമ്പറുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക്. ഞാൻ എല്ലാം ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം സൺ സ്റ്റാർ എഫക്റ്റിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഫോട്ടോസ് നോക്കാം. ഇതൊക്കെയാണ് സൺ സ്റ്റാർ എഫക്റ്റ്. ഇത് പൊതുവെ ഉയർന്ന എഫ് നമ്പറുകൾ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുക. ഈ എഫക്റ്റ് ഷാർപ്പ് ലൈറ്റ് സോഴ്സുകൾക്ക് ചുറ്റുമാണ് ഉണ്ടാവുക. സൂര്യനും അല്ലെങ്കിൽ കത്തുന്ന ബൾബുകളും ഒക്കെ ഷാർപ്പ് ലൈറ്റ് സോഴ്സുകളാണ്. ഇനി ഞാൻ ഡെപ്ത് ഓഫ് ഫീൽഡ് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചിട്ട് ഓരോ ഫ്രെയിമിലും ലൈറ്റ് കുറയാതെ നോക്കുന്നുണ്ട്. ഇതൊരു വീഡിയോ ആണ്. ഇതിൽ എഫ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാം. ഇനി വെളിച്ചത്തിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഞാൻ എക്സ്പോഷർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെയും വെളിച്ചത്തിൻ്റെയും രണ്ടിൻ്റെ മാറ്റം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്പച്ചർ ഫോട്ടോയെയും വീഡിയോയും ബാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇമേജ് സെൻസറിലേക്ക് എത്ര ലൈറ്റ് കടത്തി വിടണമെന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന ഹോളാണ് അപ്പച്ചർ. അപ്പച്ചർ ക്യാമറയിൽ എഫ് സ്റ്റോപ്പ് എന്ന നമ്പറിലാണ് പറയാറ്. ഇത് f2.8, f4 മുതലായി എഫ് ചേർത്തിട്ട് ഏതെങ്കിലും നമ്പറുകൾ വെച്ചിട്ടാണ് ക്യാമറയിൽ കാണിക്കാറ്. ഈ എഫ് നമ്പർ ചെറുതാക്കും തോറും അപ്പച്ചറിലെ ഹോള് വലുതാവുകയും കൂടുതൽ ലൈറ്റ് കടത്തിവിടുകയും ചെയ്യും. എഫ് നമ്പർ വലുതാക്കും തോറും ഹോള് ചെറുതാവുകയും കടത്തിവിടുന്ന വെളിച്ചം കുറയുകയും ചെയ്യും. അപ്പച്ചർ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലൈറ്റ് മാത്രമല്ല ഡെപ്ത് ഓഫ് ഫീൽഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പച്ചർ ലെൻസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ലെൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ക്യാമറ മാറ്റേണ്ട കാര്യമില്ല, ലെൻസ് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറ മാനുവൽ മോഡിൽ ഇട്ടിട്ട് സെയിം ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഡിഫറൻറ്റ് എഫ് നമ്പറുകൾ ഉപയോഗിച്ചിട്ട് സെയിം ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് ഈ ഫോട്ടോകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഡിഫറൻറ്റ് എഫ് സ്റ്റോപ്പിൽ വരുന്ന ഫോട്ടോകൾക്ക് തമ്മിലുള്ള വ്യത്യാസം കണ്ടു മനസ്സിലാക്കുക. ഈ ഓരോ ഫോട്ടോസും 100% സൂം ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്നതിലൂടെ ഈ ഓരോ വ്യത്യാസവും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ബിഗിനർക്ക് 50% കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാവുക. ബാക്കി 50% നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾ ഡിഫറൻറ്റ് അപ്പച്ചർ വെച്ചിട്ട് എടുത്ത ഫോട്ടോസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അപ്പച്ചർ ഒരു ഫോട്ടോയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെ മനസ്സിലായോ എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ കമൻറ്റിൽ എഴുതാനും മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. യാതൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാത്രമല്ല ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ. ആഷിഖ് അസീം സൈനിങ് ഔട്ട്.